പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഏപ്രിൽ മാസം 9 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറയാം. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങൾ ഉയർത്തി ആമേൻ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് എത്ര അത്ഭുതകരമായിട്ട് നടത്തി. ആരോഗ്യത്തോടെ സൂക്ഷിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു, അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചു, ആവശ്യമായ നന്മകളൊക്കെ തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. എല്ലാത്തിനും കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് രാത്രി നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? കൈകളെ ഉയർത്തി ആ നല്ല രാത്രിയെ ഓർത്ത് സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ കരുതിയതിനായിട്ട്, പരിപാലിച്ചതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരമുയർത്തിയ സ്തോത്രം പറയാം. അനേകർക്ക് ഉണരാൻ കഴിയാതെ പോയപ്പോൾ, അനേകർ പല വിധത്തിലുള്ള പ്രശ്നത്തിലാകപ്പെട്ടപ്പോൾ ദൈവകൃപയാൽ നമുക്ക് ഉണരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് തൻ്റെ ഉള്ളം കൈ നമ്മളെ വരച്ച് സൂക്ഷിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. മുൻപടെയായി പിൻപടെയായി ദൈവമഹത്വം നമ്മുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവിന് ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. എല്ലാവരും സ്തോത്രം പറഞ്ഞാൽ ആരും മൗനമായിരിക്കാതെ എല്ലാവരും സ്തോത്രം പറഞ്ഞേ. കർത്താവിന് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ മഹത്വം, കർത്താവെ സ്തോത്രം, കർത്താവെ മഹത്വം, കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. സങ്കീർത്തനക്കാരൻ ആമേൻ 3-ാം സങ്കീർത്തനത്തിൽ പറയുന്നു 3:3, അങ്ങോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. 5-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. 8-ാമത്തെ വാക്യം പറയുന്നു, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്ത് പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പേ, ഈ പ്രഭാതത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചൊവ്വാഴ്ച പകൽക്കാലം അങ്ങയുടെ കൃപ അവരുടെ മേൽ പകരണമേ. അനർത്ഥങ്ങളെ കർത്താവ് ഒഴിവാക്കണമേ. രോഗങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ. ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ തൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായി ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. നെഞ്ചിനകത്തുള്ള എരിച്ചിൽ, അമേൻ, ദിവസങ്ങളായി നെഞ്ചിനകത്ത് എരിച്ചിൽ അനുഭവപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ബേണിംഗ് സെൻസേഷൻ ഇപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിന്നും മാറിപ്പോകട്ടെ. ആമേൻ. അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെ രോഗങ്ങളാൽ ഭാരപ്പെടുന്നു അതിന്മേലൊക്കെയും ദൈവിക അത്ഭുതങ്ങൾ നടക്കണമേ. യൂറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ സ്റ്റോണിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നു. ആമേൻ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചെവിക്കകത്ത് ദൈവകൃപ വ്യാപരിക്കട്ടെ. ആ ബാലൻസിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ മാറിപ്പോകട്ടെ. ആമേൻ. ഭയങ്കരമായ മുടികൊഴിച്ചിലിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ രാത്രിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ വരുന്ന രാത്രി മുതൽ സ്വസ്ഥമായി ഉറങ്ങുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാ, അങ്ങ് വഴി തുറക്കുന്ന ദൈവമാ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഇന്ന് യേശുവിൻ നാമത്തിൽ അവർക്ക് തക്കതായ ആലോചനകളെ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്തദാസന്മാരെ അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ പൊതിയണം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കണം. നാളെ നടക്കുവാനുള്ള ഓൺലൈൻ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം. അതിനകത്തുള്ള വലിയ ദൈവപ്രവൃത്തി നടക്കണം. ഒരു ഉണർവിന് കാരണമായി തീരണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ മേലും വലിയ ദൈവകൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം
9:30 അതായത് ഇന്ത്യൻ സമയം 9:30 നമുക്ക് മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. നമ്മളൊരു ഉണർവിൻ്റെ നടുവിലായിട്ടുണ്ട്. കർത്താവ് നമ്മളെ ആ ഉണർവിലേക്ക് കാലെടുത്ത് വെക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് നിങ്ങൾക്കും ഈ ഉണർവിൻ്റെ ഭാഗമാകാൻ കഴിയും. ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആമേൻ ഈ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ ലിങ്കുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ കേൾക്കുന്ന മോർണിംഗ് മെസ്സേജൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളും ഉണർവിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് വിചാരിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാകുന്നു. നാവ്, എല്ലാവരും പറഞ്ഞ നാവ്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആമേൻ എന്താ സംഭവിച്ചത്? 2-ാം അധ്യായം അഭിഷേകം ഇറങ്ങി വരുന്നതായ സമയമാണ്. അഭിഷേകം ഇറങ്ങി വരുന്നതായ സമയത്ത് ആദിമസഭയിലേക്ക് അല്ലെങ്കിൽ ദൈവസഭയിലേക്ക് പരിശുദ്ധാത്മാവിനെ പിതാവ് അയക്കുന്നതായ ഭാഗം 2-ാം അധ്യായത്തിലാണ്. അപ്പോൾ അവിടെ പറഞ്ഞ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അപ്പോൾ ആദ്യം വന്ന് അഭിഷേകം ടച്ച് ചെയ്തത് നാവിനെയായിരുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിലുണ്ടായ ആദ്യത്തെ മാറ്റം അവരുടെ നാവിൻ്റെ മേൽ പുതിയ ഭാഷകൾ വന്നു എന്നുള്ളതാണ്. അപ്പം ഈ അഭിഷേകത്തിൽ നമ്മൾ ചലിക്കുന്നതിനും അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കുന്നതിനും നമ്മുടെ നാവിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ നാവിനെ തൊട്ടത്. മനുഷ്യർ പലപ്പോഴും സാഹചര്യങ്ങൾ വരുമ്പോൾ എത്ര ആത്മീയനെന്ന് പറഞ്ഞാലും ആത്മീയനെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഭക്തനെന്ന് ഉദ്ദേശിക്കുന്ന ആൾ യാക്കോബിൻ്റെ ലേഖനമാകുമ്പോൾ ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാവിൽ നിറഞ്ഞവനെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ പലപ്പോഴും പറ്റുന്ന നാവ് വളരെ അപകടങ്ങളെന്ന് സൃഷ്ടിക്കും. നമ്മൾ ഈ എത്ര ആത്മാവിൽ നിറഞ്ഞു എന്ന് പറഞ്ഞാലും അവസാനം കൊണ്ട് നാവ് കൊണ്ട് അതിനെ അങ്ങ് കളയും. പലപ്പോഴും പോയി എന്തെങ്കിലും പ്രത്യേകമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നാവിനെ നമ്മൾ തെറ്റായി വിനിയോഗിക്കുവാനിട വരും. നാവിനെ കാക്കുന്നവൻ, കടിഞ്ഞാണിടുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നാവിനെ തൊട്ടത്. ഇന്ന് പ്രഭാതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നാവിൻ്റെ മേൽ ആത്മാവിൻ്റെ തീ കത്തട്ടെ. കാരണം ആത്മാവിനാൽ നാവിനെ കടിഞ്ഞാണ്ടിടണം. നാവ് ചെറിയ അവയവം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പിന്നെ അടുത്ത അധ്യായങ്ങളിൽ പറയുന്നുണ്ട് നാവ് ചെറിയ അവയവമാണ്, എങ്കിലും അത് വലിയ കാട് കത്തിക്കുന്ന തീ പോലെ. കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയുവാൻ, നമ്മളെ നിത്യനരകത്തിലേക്കൊക്കെ യാത്ര അയക്കാൻ പറ്റുന്നതാണ് നാവെന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്തിൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവ് വളരെ ശ്രദ്ധിക്കണം. അധികാരത്തിൽ നിൽക്കുമ്പോൾ ദാവീദ് പറഞ്ഞ പോലെ പറയണം, കർത്താവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം നീ കാക്കണമേ. കാരണം നാവ് കൊണ്ട് അവൻ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നാവിൻ്റെ മേൽ. അപ്പം നാവ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അത് നമ്മുടെ ജീവചക്രത്തെ തിരിക്കുവാൻ കഴിയും. കപ്പൽ കൊണ്ടുപോകുന്നത് പോലെ കപ്പൽ ഒരു ചെറിയ എന്നാ പറയുന്നത് ചുക്കാൻ കൊണ്ട് തിരിച്ച് ഇപ്പം ഏതെങ്കിലും ഒരു ദേശത്തു നിന്ന് വേറൊരു ദേശത്തേക്ക് പോകുമ്പോൾ എത്ര വലിയ കാറ്റടിച്ചാലും എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായാലും കപ്പിത്താൻ ആ ഏത് ദിക്കിലേക്കാണോ കപ്പൽ അതിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് കപ്പൽ പോകുന്നത്. ഇതുപോലെ തന്നെയാണ് നാവ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ച്. നമ്മൾ ഇമോഷൻ വരുമ്പോൾ നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, ദേഷ്യം വരുമ്പോൾ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പറയും, മാതാപിതാക്കളോട് എന്തെങ്കിലും പറയും, സഹോദരങ്ങളോട് എന്തെങ്കിലും പറയും, മറ്റുള്ളവരോട് പറയും. ഇതെല്ലാം നമ്മുടെ അഭിഷേകത്തെയാണ് ചോർത്തിക്കളയുന്നത്, നമ്മുടെ ജീവിതത്തെയാണ് നശിപ്പിക്കുന്നത്, നമ്മുടെ നന്മയാണ് നമ്മളിൽ നിന്ന് ഒഴുക്കിക്കളയുന്നത്, നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന ദൈവിക അനുഗ്രഹത്തെയാണ് അത് മാറ്റിക്കളയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നാവ് കൊണ്ട് പാപം ചെയ്യരുത്. എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ ഏത് സാഹചര്യത്തിലും എൻ്റെ നാവിനെ ഒന്ന് സൂക്ഷിക്കാൻ കർത്താവ് സഹായിക്കണമേ. അതുകൊണ്ട് സദൃശവാക്യം 21:23 പറഞ്ഞ്, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ എവിടെ നിന്ന് സൂക്ഷിക്കുന്നു? കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. ഇന്ന് പൽക്കാലം നിങ്ങളുടെ നാവ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കട്ടെ. നിങ്ങൾക്ക് നല്ല ഭാവി കൊണ്ടുവരുവാൻ നിങ്ങളുടെ നാവിന് കഴിയും. നിങ്ങളുടെ മുമ്പിൽ നല്ല കാലങ്ങളെ ഓപ്പൺ ചെയ്യുവാൻ നിങ്ങളുടെ നാവിന് കഴിയും. അതുകൊണ്ട് വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് കാക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. ആമേൻ. ഉയർച്ച പ്രാപിക്കും. എല്ലാവർക്കും ഭയമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you.
അതുകൊണ്ട് നാവിൻ്റെ മേൽ എപ്പോഴും കണിഞ്ഞാൻ കിടക്കട്ടെ. നാവ് കാക്കുക. ആമേൻ. അധികം സംസാരിക്കാതിരിക്കുക. അത് തന്നെ നല്ല കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.